കണ്ണിച്ചോരയില്ലാത്ത ഇസ്രായേലി ക്രൂരതയുടെ മറ്റൊരു നടുക്കുന്ന ഉദാഹരണം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വേദന ഉള്ളിലൊതുക്കി അഭയാർത്ഥി ക്യാമ്പിൽ ഫുട്ബോൾ കളിക്കുന്ന കുരുന്നുകൾക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ബോംബ് വർഷം. ഫുട്ബോൾ കളിക്കുകയായിരുന്ന കുഞ്ഞുങ്ങളും അത് കണ്ടുകൊണ്ടിരുന്ന മുതിർന്നവരുമാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 31 പേരാണ് കണ്ണ് ചിമ്മി തുറക്കുന്നതിനിടയിൽ പിടഞ്ഞു വീണ് മരിച്ചത്. ഇസ്രായേൽ സേന വീടുകൾ തകർത്തതിനെ തുടർന്ന് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിന് സമീപം അബ്ബാസൻ പട്ടണത്തിലെ അൽ ഔദ സ്കൂളിൽ അഭയം പ്രാപിച്ചവരായിരുന്നു ഇവർ. സ്കൂൾ മുറ്റത്ത് കളിക്കുന്നതിനിടെയായിരുന്നു മുന്നറിയിപ്പില്ലാതെ ആക്രമണം സംഭവിച്ചത്. 53 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കാണികളിൽ ഒരാൾ ഫുട്ബോൾ കളി മൊബൈലിൽ പകർത്തുന്നതിനിടെയായിരുന്നു മിസൈൽ പതിച്ചത്. കളിമുറ്റം ചോരക്കളമായി മാറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രാണവേദനയാൽ നിലവിളിക്കുന്നതും കുഞ്ഞു ശരീരങ്ങൾ മുറ്റത്താകെ ചിതറിക്കിടക്കുന്നതും ഇതിലുണ്ട്. നൂറുകണക്കിന് സാധാരണക്കാർ കൂട്ടം കൂടിയിരിക്കുന്നതിനിടെയാണ് അത്യുഗ്ര ശബ്ദത്തിൽ സ്ഫോടനം നടക്കുന്നത്. ആക്രമണത്തിൽ തന്റെ നിരവധി ബന്ധുക്കളെ നഷ്ടപ്പെട്ടതായി ഒരു പലസ്തീൻ ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. ഒരു മിസൈൽ പതിച്ചതോടെ എല്ലാം അവസാനിച്ചു. എനിക്ക് എന്റെ അമ്മാവനെയും ബന്ധുക്കളെയും എല്ലാം നഷ്ടപ്പെട്ടു, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ലാതെ സ്കൂൾ ആക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞനായ ജോസഫ് ബോറയിലും അപലപിച്ചു. യുദ്ധത്തിന്റെ ഭാരം നിരപരാധികളായ സാധാരണക്കാർ എത്ര കാലമാണ് സഹിക്കുകയെന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ചോദിച്ചു. എത്രയും വേഗത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അലവദ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം സയനിസ്റ്റ് ഭീകര ഗവൺമെന്റ് ഫലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തുന്ന വംശീയ ഉന്മൂലനം വ്യാപിപ്പിക്കുന്നതിന്റെ തെളിവാണെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി. അതേസമയം സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കൂട്ടക്കുരുതി. സ്കൂൾ ആക്രമണത്തിന് പിന്നാലെ ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 6 കുട്ടികളും 3 സ്ത്രീകളും ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ ദെയ്ദർ അൽ ബലാഹിൽ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു ബോംബ് വർഷം. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മൂലമുള്ള ഗാസയിലെ യഥാർത്ഥ മരണസംഖ്യ 1,86,000 കടന്നേക്കുമെന്നാണ് പഠനം. പ്രമുഖ ആരോഗ്യ ചാനലായ ലാൻസൈറ്റ് ആണ് പഠനം പ്രസിദ്ധീകരിച്ചത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.